കുട്ടികളോട് വീട്ടിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ ഇംഗ്ലീഷ് ഉണ്ടാക്കി തരുമെന്ന് കുറെ പേരെന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതിന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ ഇന്ന് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇന്ന് ചെയ്യാം, രണ്ടാമത്തെ പാർട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചെറിയ കുട്ടികൾ നമ്മളടുത്ത് വന്നിട്ട് പറയുന്ന ഒരു പ്രധാന കാര്യം ഒന്ന് സിപ്പിട്ട് തരുമോ? അപ്പൊ അതെങ്ങനെയാ കുട്ടികൾ നമ്മളടുത്ത് പറയാ? ക്യാൻ യു സിപ്പ് മീ അപ്പ് പ്ലീസ്? സിപ്പ് മീ അപ്പ് എന്ന് വെച്ചാൽ സിപ്പ് ഇട്ട് തരുമോ കേട്ടോ. ക്യാൻ യു സിപ്പ് മീ അപ്പ് പ്ലീസ്? അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ചോദിക്കണം, ഞാൻ ഇട്ട് തരട്ടെ സിപ്പ് കുട്ടിയുടെ, അങ്ങനെ പറയാ ക്യാൻ ഐ സിപ്പ് യു അപ്പ്? ക്യാൻ ഐ സിപ്പ് യു അപ്പ്? അല്ലെങ്കിൽ ടൈ കെട്ടിയോ? അതെങ്ങനെ ചോദിക്കും? ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ളത്, ടൈ എന്നുള്ള സാധനത്തിന് ടൈ തന്നെ വിളിക്കുക, കെട്ടുക എന്നുള്ളതിനും ടൈ എന്ന് തന്നെയാണ് പറയുക. അപ്പൊ ടൈ കെട്ടിയോ എന്ന് ചോദിക്കും, ഡിഡ് യു ടൈ ദ ടൈ? ഡിഡ് യു ടൈ ദ ടൈ? അപ്പൊ ആദ്യത്തെ ടൈ എന്ന് പറഞ്ഞാൽ കെട്ടിയോ, രണ്ടാമത്തെ ടൈ എന്ന് വെച്ചാൽ ഈ ടൈ. ഞാൻ കെട്ടിത്തരട്ടെ, അങ്ങനെ പറയും ലെറ്റ് മീ ടൈ ഇറ്റ് ഫോർ യു. ലെറ്റ് മീ ടൈ ഇറ്റ് ഫോർ യു. ഞാൻ മുടി ചീകിയിട്ട് കെട്ടിത്തരട്ടെ, അതെങ്ങനെ ചോദിക്കും? ഇതൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലെറ്റ് മീ എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പൊ ഞാനിത് ചെയ്യട്ടെ എന്ന് പറയാൻ ലെറ്റ് മീ ഡു ദിസ്. അപ്പൊ ഇനി എന്താ പറയണത്? മുടി ചീകിയിട്ട് കെട്ടിത്തരട്ടെ എന്ന്. അതെങ്ങനെ ചോദിക്കുക? ലെറ്റ് മീ കോം യുവർ ഹെയർ ആൻഡ് ടൈ ഇറ്റ് അപ്പ്. ലെറ്റ് മീ കോം യുവർ ഹെയർ. കോം ബി സൈലന്റ് ആണ് കേട്ടോ, കോം എന്നാ പറയാ. ലെറ്റ് മീ കോം യുവർ ഹെയർ ആൻഡ് ടൈ ഇറ്റ് അപ്പ് എന്ന് വെച്ചാൽ കെട്ടിത്തരട്ടെ. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളുടെ അടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഈ സെന്റൻസ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒന്ന് അടങ്ങിയിരിക്കും ഒരു അല്പനേരം. അതെങ്ങനെ പറയാ? ക്യാൻ യു സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെന്റ്? സ്റ്റേ സ്റ്റിൽ എന്ന് വെച്ചാൽ അനങ്ങാതിരിക്കുക. ഫോർ എ മൊമെന്റ് എന്ന് വെച്ചാൽ ഒരു നിമിഷത്തേക്ക്. ക്യാൻ യു പ്ലീസ് സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെന്റ്? ഒരു നിമിഷം ഒന്ന് അടങ്ങിയിരിക്കുവോ? അതാണ് അതിന്റെ അർത്ഥം. ഡ്രസ്സിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. ഇത് ചിലപ്പോ കുറെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആയിരിക്കും അല്ലെ. അതെങ്ങനെ പറയും? ഗെറ്റ് ഡ്രസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വേഗം ഇടൂ. ഗെറ്റ് ഡ്രസ്ഡ്. വി ഹാവ് ടു ലീവ് സൂൺ. നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. വി ഹാവ് ടു ലീവ് സൂൺ. പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഡ്രസ്സ് ഇടണോന്ന് ചോദിച്ചാൽ ആ നീലയില്ല അവിടെ ഇരിക്കണം, അതെടുത്തിട്, അങ്ങനെയായിരിക്കും അമ്മ പറയാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കണം എന്നൊക്കെയാണ് അതിന്റെ രീതി. അപ്പോ നിനക്ക് അത് വേണോ ഇത് വേണോ, ആ ഡ്രസ്സ് വേണോ ഈ ഡ്രസ്സ് വേണോ, അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടു വെയർ ബ്ലാക്ക് ഓർ ബ്ലൂ ടുഡേ? ഇന്ന് ബ്ലാക്ക് ആണോ നിനക്ക് വേണ്ടേ, ബ്ലൂ ആണോ വേണ്ടേ? ഇതിപ്പോ കുറെ സാധനത്തിൽ നിനക്ക് ഏതാ വേണ്ടേന്ന് ചോദിച്ചാൽ ചിലപ്പോ അടുത്തൊന്നും നമ്മൾ അപ്പുറത്തേക്ക് അകലുണ്ടാവില്ല കേട്ടോ, ഒരു ഡിസൈഡ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പൊ ഏറ്റവും നല്ലത് രണ്ട് ചോയ്സ് കൊടുക്കുക, അവർക്ക് അതിന്ന് ഒരെണ്ണം എടുക്കാൻ വേണ്ടി പറയാം. അപ്പൊ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. ചോയ്സ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിങ്ങനെ പറയണത്, നിങ്ങൾക്ക് ഏതാ നിറങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അത് ഓർ അത് ടുഡേ. ഇപ്പൊ റെഡും ഗ്രീനും ആണെങ്കിൽ ഡു യു വോണ്ട് ടു വെയർ റെഡ് ഓർ ഗ്രീൻ ടുഡേ? ഇനിയിപ്പോ കുട്ടി ഒറ്റയ്ക്ക് ഇടാൻ നോക്കുമ്പോ പറ്റുണ്ടാവില്ല, ചിലപ്പോ കൈയൊന്നും കേറിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ഞാൻ സഹായിക്കട്ടെ ഒന്ന്, അതെങ്ങനെ പറയും? അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ലെറ്റ് മീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഞാൻ നിന്നെ സഹായിക്കട്ടെ ഡ്രസ് ഇടാൻ, അതെങ്ങനെ പറയും? ലെറ്റ് മീ ഹെൽപ്പ് യു വെയർ ഇറ്റ്. വെയർ എന്ന് വെച്ചാൽ ധരിക്കാം. ലെറ്റ് മീ ഹെൽപ്പ് യു, നിന്നെ ഞാൻ സഹായിക്കട്ടെ. എന്തിന്? വെയർ ഇറ്റ്, ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്, ധരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ കുട്ടികൾ എന്നെ ഒന്ന് എടുക്കൂ, അതെങ്ങനെ പറയും? കുട്ടികൾ ചിലപ്പോ കുറച്ചൊക്കെ നടന്നു ഞാൻ എടുക്കെന്ന് പറയില്ലേ, അതെങ്ങനെ പറയും കുട്ടികള്? ക്യാൻ യു പിക്ക് മീ അപ്പ് പ്ലീസ്? എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യു പിക്ക് മീ അപ്പ്. പിക്ക് മീ അപ്പ് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് എടുക്കൂന്ന് കേട്ടോ. ഇനി കുട്ടിക്ക് ദാഹം ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ഐ എം തേഴ്സ്റ്റി. ഐ എം തേഴ്സ്റ്റി, ദാഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് തേഴ്സ്റ്റി ആ വാക്കാണ് ഉപയോഗിക്കുക. എനിക്ക് വിശക്കണം എങ്ങനെ പറയും? ഐ എം ഹംഗ്രി. ഇനി കുട്ടികളോട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാ പറയാൻ നോക്കാം. ഇപ്പൊ നമ്മള് കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലേറ്റ് ആയിട്ട് പറയില്ലേ, ആ ടി വി ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത്, അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയും പ്ലീസ് ടേൺ ഓഫ് ദ ടി വി ആൻഡ് ദ ലൈറ്റ്സ്. പ്ലീസ് ടേൺ ഓഫ്. ടേൺ ഓഫ് എന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്യാം. പ്ലീസ് ടേൺ ഓഫ് ദ ടി വി ആൻഡ് ദ ലൈറ്റ്സ്. ടിവിയും ലൈറ്റ്സും. അല്ലെങ്കിൽ ഇപ്പോ രണ്ട് കുട്ടികൾ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരാളുടെ കളിപ്പാട്ടം വേറെ ആൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേ എന്ന് അറിയില്ലേ, അതിന് പറയും ഗിവ് ദാറ്റ് ടോയ് ബാക്ക്. ബാക്ക് എന്ന് വെച്ചാൽ തിരിച്ച്. ഗിവ് ദാറ്റ് ടോയ് ബാക്ക്. അപ്പൊ കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ഞാനങ്ങോട്ട് വരണോ എന്ന് ചോദിക്കില്ലേ, അതെങ്ങനെ ചോദിക്കുക? ഡു യു വോണ്ട് മീ ടു കം ദേർ? ഡു യു വോണ്ട് മീ ടു കം ദേർ? ഞാൻ അവിടെ വരണോ? അതിപ്പോ ആ കോണ്ടെക്സ്റ്റില് ഈ കുസൃതി കാണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരണോന്ന് ചോദിച്ചാൽ അടി വേണോ എന്നുള്ളൊരു ഇതുവഴിയായിരിക്കും. അല്ലാത്ത ഇപ്പൊ വല്ല കേസിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരണോന്ന് ചോദിക്കാൻ ഇതേ സെന്റൻസ് ഉപയോഗിക്കാം കേട്ടോ. ടോണൊന്ന് മാറ്റിയാൽ മതി. ഡു യു വോണ്ട് മീ ടു കം ദേർ? ഡു യു വോണ്ട് എനി ഹെൽപ്പ്? എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതേ സെന്റൻസ് യൂസ് ചെയ്യാം. ഞാൻ വരണോ, അതാണ് അതിന്റെ അർത്ഥം. ഇനി എന്തെങ്കിലുമൊക്കെ സാധനത്തിന് മുകളിൽ കുട്ടികൾ പിടിച്ച് കയറില്ലേ, അതൊന്നും പുറത്തിറങ്ങുക അല്ലെങ്കിൽ അതൊന്നും താഴെ ഇറങ്ങുക എന്ന് പറയില്ലേ നമ്മള്, അതെങ്ങനെ പറയും? ഗെറ്റ് ഓഫ് ദാറ്റ് തിങ്. ആ സാധനത്തിന്റെ മുകളിൽ കൂടെ ഇറങ്ങ്.
ഗെറ്റ് ഓഫ് ദാറ്റ് തിങ്. OFF ആണ്. ഗെറ്റ് ഓഫ് ദാറ്റ് തിങ്. അല്ലെങ്കിൽ താഴെ ഇറങ്ങി, ഇപ്പൊ താഴെ ഇറങ്ങി, അങ്ങനെ പറയും ഗെറ്റ് ഡൗൺ നൗ. നൗ എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ. ഗെറ്റ് ഡൗൺ നൗ. ഇനിയിപ്പോ കുട്ടികള് ആകെ ബഹളം വെക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒന്ന് സമാധാനിക്കുക. പ്ലീസ് കാം ഡൗൺ. പ്ലീസ് കാം ഡൗൺ. ഒന്ന് സമാധാനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കുട്ടികളോട് ചോദിക്കാം, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് അങ്ങനെ ചോദിക്കും. ഡിഡ് യു ഹാവ് യുവർ ഫുഡ്? ഡിഡ് യു ഹാവ് യുവർ ഫുഡ്? എന്ന് ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഹാവ് യുവർ ഫുഡ്? ഇതിന് തന്നെ വേണമെങ്കിൽ ഹാവ് യു ഈറ്റൺ യുവർ ഫുഡ്? അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഡിഡ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭക്ഷണം കഴിച്ചോ. ഹാവ് യു ഹാഡ് യുവർ ഫുഡ് അല്ലെങ്കിൽ ഹാവ് യു ഈറ്റൺ യുവർ ഫുഡ് എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. അപ്പൊ മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലെ, നീ കഴിച്ചോ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലും പറയാട്ടോ. ഇനി ഇപ്പൊ ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് കഴിച്ചു, അപ്പൊ നമ്മൾ ചോദിക്കാം ഇനി കുറച്ചുകൂടെ വേണോ? അതെങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് മോർ? ഡു യു വാണ്ട് മോർ? അല്ലെങ്കിൽ ഡു യു വാണ്ട് സം മോർ? ഇത്തിരി കൂടെ വേണോ? ഡു യു വാണ്ട് സം മോർ? ഇനി അല്ലെങ്കിൽ കുട്ടികളോട് പറയാണ് ആ സ്പൂൺ എടുത്തിട്ട് വായോ, അങ്ങനെ പറയും ഗോ ഗെറ്റ് ദ സ്പൂൺ. ഗോ ഗെറ്റ് ദ സ്പൂൺ. അല്ലെങ്കിൽ എനിക്കൊരു സ്പൂൺ എടുത്ത് തരുമോ, എന്നെ ഒന്ന് സഹായിക്കോ, ഒരു സ്പൂൺ എടുത്ത് തന്നിട്ട്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ക്യാൻ യു ഹെൽപ് മീ ഗെറ്റ് എ സ്പൂൺ? എന്നെ ഒന്ന് സഹായിക്കോ ഒരു സ്പൂൺ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് മലയാളത്തിൽ പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു യൂസേജ് ഉണ്ട്. ക്യാൻ യു ഹെൽപ് മീ എന്നിട്ട് എന്ത് ചെയ്തിട്ട് എന്ന് പറയാം. ക്യാൻ യു ഹെൽപ് മീ ഗെറ്റ് എ സ്പൂൺ. ഇനി അതും അല്ലെങ്കിൽ ക്യാൻ യു ഗെറ്റ് മീ എ സ്പൂൺ? എനിക്കൊരു സ്പൂൺ എടുത്ത് തരുമോ? ക്യാൻ യു ഗെറ്റ് മീ എ സ്പൂൺ? ഇപ്പൊ ഇനി എങ്ങനെ നമ്മളൊരു സ്പൂൺ എടുത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് കൊടുക്കുകയാണ്, അപ്പൊ നമുക്ക് ഹിയർ യു ഗോ അല്ലെങ്കിൽ there you go അല്ലെങ്കിൽ ഹിയർ യു ആർ എന്നാ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കുകയാണ്, അപ്പൊ ഒരു പാക്കറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, ഒന്ന് അനിയത്തിയുടെ കൂടെ അല്ലെങ്കിൽ സഹോദരിയുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യോ, അതെങ്ങനെ പറയും? ക്യാൻ യു ഷെയർ ദിസ് വിത്ത് യുവർ സിസ്റ്റർ? ക്യാൻ യു ഷെയർ ദിസ് വിത്ത് യുവർ സിസ്റ്റർ? ഇനിയിപ്പോ കുട്ടി കുളിക്കാൻ പോവാന്ന് വിചാരിച്ചു, അപ്പൊ കുളിച്ചിട്ട് തോർത്താൻ എങ്ങനെയാ പറയാ? പാറ്റ് യുവർ സെൽഫ് ഡ്രൈ. പാറ്റ് യുവർ സെൽഫ് ഡ്രൈ. പാറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടുക, അതാണ് പാറ്റ് എന്ന് പറയാം. പക്ഷെ പാറ്റ് യുവർ സെൽഫ് ഡ്രൈ എന്ന് വെച്ചാൽ ടവൽ എടുത്തിട്ട് തുടയ്ക്കുക എന്നാണ് അർത്ഥം. ഇനിയിപ്പോ ഈ ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ചോളൂ അല്ലെങ്കിൽ ഉണക്കിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്, തോർത്തിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാ? പാറ്റ് യുവർ സെൽഫ് ഡ്രൈ വിത്ത് ദിസ് ടവൽ. ഈ ടവൽ എന്ന് നമ്മള് മലയാളത്തിൽ പറയൂലേ ടവൽ, അങ്ങനെ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ ഈ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ടവൽ. ടവൽ. പാറ്റ് യുവർ സെൽഫ് ഡ്രൈ വിത്ത് ദിസ് ടവൽ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, പഴത്തൊലി മറ്റോ, ഇതൊന്ന് വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിടുവോ, അതെങ്ങനെ പറയും? Can you please put this in the trash can? വേസ്റ്റ് ബാസ്കറ്റിന് ട്രാഷ് ക്യാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേസ്റ്റ് ബാസ്കറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. Can you please put this in the trash can? അല്ലെങ്കിൽ ഇതൊന്ന് അടുക്കളയിലേക്ക് കൊണ്ട് വെക്കുവോ, അതെങ്ങനെ പറയും? Can you please take this to the kitchen? അല്ലെങ്കിൽ Can you please take it to the kitchen? അല്ലെങ്കിൽ ഈ കുട്ടി കുറെ നേരമായിട്ട് ടി വി കണ്ടോ, ഇത് കുറെ നേരമായിട്ട് ടിവിയുടെ മുന്നില്, അങ്ങനെ പറയില്ലേ, അതെങ്ങനെ പറയും? That's too much time in front of the TV. That's too much time in front of the TV. ടിവിയുടെ ഫ്രണ്ടില്. That's too much time. അത് കുറെ സമയമായി എവിടെ ഇരുന്നിട്ട് ടിവിയുടെ മുമ്പിൽ നിൽക്കണു. That's too much time in front of the TV. അത് ഓഫ് ചെയ്തിട്ട് പഠിക്കാൻ നോക്ക്, അതെങ്ങനെ പറയും? Time to switch it off and start studying. ടൈം ടു ഡു ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ സമയമാണ് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ സമയമായി, ഇങ്ങനെ പറയും. ടൈം ടു സ്വിച്ച് ഇറ്റ് ഓഫ്, ടി വി ഓഫ് ചെയ്യാൻ സമയമായി, എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡി, പഠിക്കാൻ നേരായി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഫോൺ പിടിച്ചോണ്ടിരിക്കും അല്ലെ, അപ്പൊ അത് നിർത്തിയിട്ട് പോവാൻ ഇങ്ങനെ പറയാ? യു ഹാവ് ബീൻ പ്ലേയിങ് വിത്ത് ദ ഫോൺ ഫോർ സം ടൈം നൗ. ഫോർ സം ടൈം നൗ എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ചു നേരം ആയി എന്നാണ് അർത്ഥം കേട്ടോ. യു ഹാവ് ബീൻ പ്ലേയിങ് വിത്ത് ദ ഫോൺ ഫോർ സം ടൈം നൗ. കുറച്ച് നേരം ഇനി ഫോൺ വെച്ച് കളിക്കണു, എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ പറയും. കം ഓൺ ലെറ്റ്സ് ഡു സംതിങ് എൽസ്. കം ഓൺ എന്ന് വെച്ചാൽ വരൂ, ലെറ്റ്സ് ഡു സംതിങ് എൽസ്, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ചൂടുള്ള സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം, അപ്പൊ കുട്ടിയോട് തൊടരുത് ഇങ്ങനെ പറയും. ഡോണ്ട് ടച്ച് ഇറ്റ്. ഡോണ്ട് ടച്ച് ഇറ്റ്. അപ്പൊ കുട്ടി കേട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? എന്താ പറഞ്ഞ കേൾക്കാത്തത്? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? അപ്പൊ ഇനി എങ്ങാനും പൊള്ളിയിട്ടുണ്ടെങ്കിൽ, തൊട്ടപ്പോ ചൂടായിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? ഡസ് ഇറ്റ് ഹേർട്ട്? വേദനിക്കുണ്ടോ? ഡസ് ഇറ്റ് ഹേർട്ട്? ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ പറയും. ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ആ സാധനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ഇനിയിപ്പോ കുട്ടികള് പുസ്തകങ്ങൾ ആകെ വാരി വലിച്ചിട്ടേക്കാന്ന് വിചാരിക്കാം ടേബിളിന്റെ മുകളിൽ, അപ്പൊ അവരോട് അത് ഒതുക്കി വെക്കുന്ന എങ്ങനെ പറയും? സ്റ്റാക്ക് ദീസ് ബുക്സ് നീറ്റ്ലി ഓൺ ദ ടേബിൾ. സ്റ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാം,
അതാണ് സ്റ്റാക്ക് എന്ന് പറയാം കേട്ടോ. അപ്പൊ സ്റ്റാക്ക് ദീസ് ബുക്സ്, ഈ ബുക്കുകൾ ഒതുക്കി ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കൂ. എവിടെ? ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിൽ. എന്നിട്ട് നമ്മൾ ചോദിക്കാണ് നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ചോദിക്കും വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്. അതൊന്ന് പാടിത്തരുമോ ഇങ്ങനെ ചോദിക്കും. ക്യാൻ യു സിംഗ് ദാറ്റ് ഫോർ മീ പ്ലീസ്? അതെനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? ക്യാൻ യു സിംഗ് ദാറ്റ് ഫോർ മീ പ്ലീസ്? എനിക്ക് വേണ്ടിട്ട് ഒന്ന് പാടിത്തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ ചെറിയ കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോ ഒന്ന് വൃത്തിയാവില്ല അല്ലെ, അപ്പൊ ഞാനൊന്ന് ബ്രഷ് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കും. ലെറ്റ് മീ ഹെൽപ്പ് യു ബ്രഷ് യുവർ ടീത്ത്. നമ്മള് ബ്രഷ് ചെയ്യാന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയാല്ലേ, പക്ഷെ ഇംഗ്ലീഷിൽ അത് ബ്രഷ് ആണ്, ബ്രഷ് അല്ല കേട്ടോ, ബ്രഷ്. ലെറ്റ് മീ ഹെൽപ്പ് യു ബ്രഷ് യുവർ ടീത്ത്. ഞാൻ നിന്നെ സഹായിക്കട്ടെ. ലെറ്റ് മീ ഹെൽപ്പ് യു. എന്തിനാണ് സഹായിക്കുന്നതെന്നാണ് പിന്നെ പറയാം. ടു ബ്രഷ് യുവർ ടീത്ത്. നിന്റെ പല്ല് തേക്കാൻ ഞാൻ സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കട്ടെ, അങ്ങനെ ചോദിക്കും. ലെറ്റ് മീ ബേത്ത് യു. ലെറ്റ് മീ ബേത്ത് യു. അല്ലെങ്കിൽ ഇനി കുട്ടികൾ എന്തെങ്കിലും കാരണം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റിയേ, എന്താ നിനക്ക് വിഷമം, അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? വാട്ട്സ് റോങ്. എന്താണ് കുഴപ്പം, എന്താണ് പ്രശ്നം? വാട്ട്സ് റോങ്. വൈ ആർ യു സാഡ്. എന്താ ദുഃഖിച്ചിരിക്കുന്നത്? വൈ ആർ യു സാഡ്. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ പറയൂലേ, ഇതെങ്ങനെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ, എന്നിട്ട് ബാക്കിയൊക്കെ പറഞ്ഞേ കേക്കട്ടെ, മുഴുവൻ കേക്കട്ടെ. അപ്പൊ ഇങ്ങനെ പറയാ ടെൽ മീ മോർ. ബാക്കിയും പറയൂ, ടെൽ മീ മോർ. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോ പറയില്ല. അപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ ചീത്തയൊന്നും പറയില്ല, അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയാ ഐ വോണ്ട് യെൽ അറ്റ് യു. ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല. ഐ വോണ്ട് യെൽ അറ്റ് യു. യെൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ഷോഭിച്ച് ഇങ്ങനെ ഉറക്കെ സംസാരിക്കാം, അത് ഞാൻ ചെയ്യില്ല. ഐ വോണ്ട് യെൽ അറ്റ് യു. അപ്പൊ ചിലപ്പോ കുട്ടി ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ ഒന്ന് കെട്ടിപ്പിടിക്കാലോ, അങ്ങനെ പറയാ ഹൗ അബൌട്ട് എ ഹഗ്. ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, ഹൗ അബൌട്ട് എ ഹഗ്. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കുട്ടിക്ക് വിഷമായി വിചാരിക്കാം, നമ്മൾ ആ ദേഷ്യത്തിന് പറഞ്ഞു പോയതായിരിക്കും. അപ്പൊ സോറി, നമ്മൾ കുട്ടികളാണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പൊ അതെങ്ങനെ പറയാ? ഐ എം സോറി ഇഫ് ഐ മെയ്ഡ് യു ഫീൽ ബാഡ്. ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഇങ്ങനെ പറയണേ, ഐ എം സോറി ഇഫ് ഐ മെയ്ഡ് യു ഫീൽ ബാഡ്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വിചാരിച്ചതല്ല, അതിനുവേണ്ടി പറഞ്ഞതല്ല. അതെങ്ങനെ പറയാ? ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഞാൻ നിന്നെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, അല്ലെങ്കിൽ പറഞ്ഞതല്ല. ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് നിന്നെ എപ്പോഴും ഇഷ്ടാ. അതെങ്ങനെ പറയാ? യു നോ ദാറ്റ് ഐ ലവ് യു. നിനക്കറിയാലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. യു നോ ദാറ്റ് ഐ ലവ് യു ആൻഡ് വിൽ ഓൾവേസ് ലവ് യു. നിന്നെ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരിക്കും. ആൻഡ് വിൽ ഓൾവേസ് ലവ് യു. എനിക്ക് ആകെ വേണ്ടത് നീ നന്നായിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ എന്റെ ആഗ്രഹം. അങ്ങനെ പറയില്ലേ? അതെങ്ങനെ പറയാ? ഐ ജസ്റ്റ് വാണ്ട് യു ടു ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. നീ നന്നായിരിക്കുക, ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്, നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ എനിക്ക് വേണ്ടത്. ഐ ജസ്റ്റ് വാണ്ട്, എനിക്ക് അത്രയും വേണ്ടു. അങ്ങനെ പറയാൻ വേണ്ടി ഐ ജസ്റ്റ് വാണ്ട് യു ടു ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നമ്മൾ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, എന്നാലേ അവർക്കൊരു ധൈര്യവും ഒരു സന്തോഷവും, അവർക്കും തിരിച്ച് സ്നേഹത്തിൽ സംസാരിക്കാനും അവർ തെറ്റ് ചെയ്യുമ്പോൾ അപ്പോളജൈസ് ചെയ്യാനും ഒക്കെ തോന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരിലെ കുട്ടികളുടെ അടുത്ത് സോറി പറയേണ്ട കാര്യമില്ല, അങ്ങനെ വിചാരിക്കരുത്. അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേട്ടോ. ചെറിയ കുട്ടികളോടാണെങ്കിലും നമ്മൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അഥവാ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഷൗട്ട് ചെയ്യേ അവരെന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്തു പോയാൽ നമ്മൾ എന്തായാലും അപ്പോളജൈസ് ചെയ്യണം. അപ്പൊ അപ്പോളജൈസ് ചെയ്യുന്നതോടൊപ്പം അപ്പോളജൈസ് ചെയ്യാന്ന് വെച്ചാൽ സോറി പറയാം. അപ്പൊ സോറി പറഞ്ഞ ശേഷം നമ്മൾ അവരോടുള്ള സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും നമ്മൾ എന്താണ് അവരുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതും കുട്ടികൾക്ക് ഭയങ്കര ധൈര്യവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ സെന്റൻസുകളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ചോദിച്ച കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. രണ്ടാമത്തെ പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കും കേട്ടോ. അപ്പോ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.